വിവാദങ്ങൾക്കിടയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ നിയമത്തിന് പകരമായി കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന VBG റാംജി നിയമം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. 125 തൊഴിൽ ദിനങ്ങളാണ് ഈ പദ്ധതിയിൽ ഉറപ്പു നൽകുന്നത്. വേതനത്തിന്റെ 40% സംസ്ഥാന സർക്കാരുകളാണ് നൽകേണ്ടത്. പ്രതിപക്ഷ പാർട്ടികളുടെ കടുത്ത പ്രതിഷേധങ്ങൾക്കിടയിലാണ് നിയമം പ്രാബല്യത്തിലാകുന്നത്. പുതിയ മാറ്റങ്ങളിലേക്ക് പൂർണ്ണമായി മാറുന്നതിനായി സംസ്ഥാനങ്ങൾക്ക് 6 മാസം വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. നോബൽ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബൽ, പുതിയ നിയമത്തിൽ വലിയ എതിർപ്പുകളും പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടു പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഉണ്ടാവുക? പുതിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മേഖലയിൽ ദാരിദ്ര്യത്തിന് വലിയ തരത്തിൽ അളവ് കുറച്ച മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്നു മുതൽ ചരിത്രമാവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ പദ്ധതി VBG റാംജി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയും ചെയ്യുകയാണ്. വലിയ വിമർശനം, പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികളും പ്രതിപക്ഷ പാർട്ടികളും വലിയ വിമർശനങ്ങൾ തുടരുന്നതിന് ഇടയിൽ തന്നെയാണ് VBG റാംജി ഇന്നു മുതൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുകയും ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാണ് VBG റാംജി എന്താണ് സംസ്ഥാനങ്ങളുടെ ഒരു നിലപാട്. BJP സംസ്ഥാനങ്ങൾക്ക് സമാനമായ നിലപാടുകൾ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുൻകാലത്ത്, അതായത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണെങ്കിൽ 100% പണം നൽകിയിരുന്നത് കേന്ദ്രമായിരുന്നു. ഇപ്പോൾ 40% സംസ്ഥാനം VBG റാംജിയിൽ നൽകേണ്ടി വരും. ഇത് സംസ്ഥാനങ്ങൾക്ക് അത്യധിക ബാധ്യത ഉണ്ടാക്കും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തൊഴിൽ ദിനങ്ങൾ ഉയർത്തി എന്നത് എടുത്തു പറയേണ്ടതാണ്. കാരണം ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ 100 ദിവസമായിരുന്നു തൊഴിൽ ദിനമെങ്കിൽ ഇതിപ്പോൾ 125 ഉയർത്തിയിട്ടുണ്ട്. 15 ദിവസത്തിനകം തന്നെ ഈ വേതനം നൽകുകയും വേണം. അതല്ലെങ്കിൽ തൊഴിലാ വേതനം നൽകേണ്ടി വരും എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രധാനമായും ഈ കാട് വെട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ, ശുചീകരണമൊക്കെ ആയിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ പുതിയ പദ്ധതി പ്രകാരമാണെങ്കിൽ അത് വികസന പദ്ധതികളോടൊപ്പം തന്നെ മറ്റ് ജലസേചനത്തെ ഊർജ്ജമാക്കുന്ന പദ്ധതികൾ, ഒപ്പം മറ്റ് അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും VBG റാംജി പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ്. അതോടൊപ്പം തന്നെ സുതാര്യത ഉറപ്പാക്കാൻ ബയോമെട്രിക്, അതോടൊപ്പം തന്നെ ജിയോ ടാഗിംഗ് സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ട് VBG റാംജിയിൽ. പക്ഷേ അതേസമയം സംസ്ഥാനങ്ങളുടെ എതിർപ്പ്, പ്രത്യേകിച്ച് പ്രതിപക്ഷ സംസ്ഥാനങ്ങളുടെയും ഒപ്പം BJP ഒരുക്കിയ സംസ്ഥാനങ്ങളുടെയൊക്കെ എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് ഈ പദ്ധതി എന്താണെങ്കിലും യാഥാർത്ഥ്യമാകുന്നത്. ഇന്നു മുതൽ പ്രാബല്യത്തിൽ ആകുന്നത് തൊഴിലുറപ്പ് പദ്ധതി. ഇപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇന്നു മുതൽ ചരിത്രമാവുകയും VBG റാംജി എന്ന പുതിയ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയുമാണ്. ശരി, നോബൽ മാരിക്കാരനാണ് വിശദ വിവരങ്ങൾ നൽകിയത്.